നമസ്കാരം. മലപ്പുറത്തെ വീടുകളിൽ, മുസ്ലിം വീടുകളിൽ രഹസ്യമായിട്ടവർ രാജ്യദ്രോഹികളെ, ബംഗ്ലാദേശികളെ താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് കാലങ്ങളായിട്ട് നടമാടുന്നൊരു വിഷയമാണത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അത് നിർബാധം നടന്നു വന്നിരുന്നു. പലപ്പോഴും അവിടെയുള്ള പല പാകിസ്ഥാനികളെയും പിടിച്ച് അതിർത്തി കടത്തി വിട്ടിട്ടൊക്കെയുണ്ട്. മോഹൻലാൽ അവരുടെ ഒരു സിനിമ വന്നു, പരദേശി. അത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണത്. രാജ്യദ്രോഹമാണത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ മലപ്പുറത്ത് വന്ന് കുടിയേറി പാർത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. വലുതായിട്ടുള്ള നിരീക്ഷണത്തിൽ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. മലപ്പുറത്തെ എല്ലാ മുസ്ലിം വീടുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. NIA പോലുള്ള രഹസ്യ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് പല രൂപത്തിലും പല ഭാവത്തിലും അതിർത്തി കടന്നു വന്ന് അറബിക്കല്യാണം പോലെ, ഈ അറബികളൊക്കെ അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ മെഹർ കൊടുക്കണം. അത് പെണ്ണുങ്ങൾ ഒറ്റക്കണ്ണിയാണെങ്കിൽ മെഹർ കുറയും, 2 കണ്ണൂല്ലെങ്കിൽ ഒന്നുകൂടി മെഹർ കുറയും. കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, അന്തസ്സുള്ള കൃത്യമായിട്ട് അംഗപ്രത്യംഗങ്ങളെല്ലാം യഥാസ്ഥാനത്തുള്ള പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടുകണക്കിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് വരും, കേരളത്തിലേക്ക്. ഹൈദരാബാദൊക്കെയാണ് അതിൻ്റെ കേന്ദ്രം. അവിടെ വന്നൊരു പെണ്ണിനെ ഒരു കല്യാണം കഴിക്കൽ, പിന്നെ മാസം പൈസ അയച്ചു കൊടുക്കും, വർഷം വരും, പണി നടത്തും, കുട്ടികളെ ഉണ്ടാക്കും. അത് കുറച്ചത് പഴകി തേഞ്ഞു പോകുമല്ലോ. അപ്പോൾ അടുത്ത അറബി കല്യാണം. ഇതിൽ അറബിക്ക് സന്തോഷം, ഈ കല്യാണം നടക്കുന്ന വീട്ടുകാർക്ക് സന്തോഷം. അവർക്ക് പിന്നെ മാസം പൈസ കിട്ടിക്കൊണ്ടിരിക്കും. കുട്ടികളെ തന്താര, അയ്യോ അത് ഷെയ്ക്കാണ് എന്ന് പറയും ചെയ്യാലോ. അങ്ങനെ ഇതുപോലെ മറ്റൊന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അറബി കല്യാണം. ബംഗ്ലാദേശിൽ നിന്ന് കാണാൻ കൊള്ളുന്ന പെൺപിള്ളേർ അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥ, അടി, തല്ല്, വെട്ടക്കുത്ത് ബംഗ്ലാദേശിൽ. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ചാടിപ്പുറപ്പെട്ടിട്ട് ബംഗാളിലും ഒറീസയിലൊക്കെ പരന്നു കിടക്കുന്ന കുറേ എണ്ണമുണ്ട്. കാണാൻ നല്ല കുട്ടികളാണ്, നല്ല പെണ്ണുങ്ങളാണ്. അതിനെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരും, ഇവിടെ താമസിപ്പിക്കും. ആരും ശ്രദ്ധിക്കില്ല. ഒരു വീടിനകത്ത് ഒരു പെണ്ണ്, അതും പുറത്ത് കിടക്കുമ്പോൾ ചാക്കിട്ട് മൂടിയിട്ടാണ് കിടക്കുക. അകത്ത് കയറി ആരും പരിശോധിക്കില്ലല്ലോ. പക്ഷേ കാലം മാറി, അതേ പറയാനുള്ളൂ. ഇപ്പോൾ ഭരിക്കുന്നത് നമ്മളുടെ കരിമ്പങ്കാല പറഞ്ഞ പോലെ ആണൊരുത്തനാണ് ഭരിക്കുന്നത്. യാതൊരു സംശയവുമില്ല, ആണൊരുത്തനാണ് ഭരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ വലകൾ ഇന്ത്യ ഒട്ടാകെയുണ്ട്. ഈ സംസാരിക്കുന്ന എൻ്റെ വീടിനകത്തും അറിയില്ല. ഇവിടെ ഈ നിരീക്ഷണം ഉണ്ടായിരിക്കും. ഇവിടെയും വന്നു കയറിയ ഉടനെ തന്നെ ഇവിടെ ഈ അപരിചിതരായിട്ടുള്ള ആളുകൾ, സ്ട്രേഞ്ചേഴ്സ് ബീറ്റ് എന്ന് പറയും, അപരിചിതരായിട്ടുള്ള ആളുകൾ. ആരാണ് ഈ സ്വാമി? കുറേ കാലമായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. അവർ നേരിട്ടൊന്നും അന്വേഷിക്കില്ല. അവരപ്പുറത്തും ഇപ്പുറത്തും സാധാരണ മനുഷ്യന്മാർ, ഇവിടെ ഒരു സ്വാമി താമസിക്കുന്നുണ്ടല്ലേ, അതെ, അത് ശരി. എങ്ങനെയുണ്ട് ആൾ? അടുത്ത കടയിൽ പോയി അന്വേഷിക്കും, സ്വാമി ഇവിടെ താമസിക്കുന്നുണ്ടല്ലേ, ചോദിച്ചു മാത്രമേ ഉള്ളൂ. വളരെ പൈസയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോൾ 500 തുടങ്ങി കൂട്ടനാണ്. എനിവേ അതൊക്കെ അവിടെ എഴുതി സൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് 10 ആളോട് സ്ഥിരമായിട്ട് 10 ആളോട് കൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരവിടെയും ചെക്ക് ചെയ്യും എന്താണ് ഇയാൾ സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ ഇന്ത്യയിൽ വലുതായിട്ടുള്ളൊരു വല വിരിച്ചിട്ടുണ്ട്, ആദ്യമുണ്ട്. പക്ഷെ ആ വലയിൽ ആരും കുടുങ്ങാറില്ല. കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെയായിരുന്നു ഇന്ത്യ. പക്ഷേ വരാൻ പോകുന്ന ഇന്ത്യ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് അതല്ല സ്ഥിതി. ഈ ഉത്തരേന്ത്യയിൽ ഞാനുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ്, ഹിമാലയത്തിൽ
അവിടെയും ഇതുപോലെ ഒരുപാട് ആളുകളെ പിടിച്ചിട്ടുണ്ട്. പിടിക്കുന്ന സമയത്താണ് അവർ ഇന്ത്യക്കാരല്ലെന്ന് മനസ്സിലാക്കുക, പുറത്തുനിന്ന് വന്നവരാണത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് കഴിഞ്ഞ അനേകം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും പിമ്പും അനേക കാലങ്ങളായിട്ട് കൃത്യതയോട് കൂടിയിട്ടുള്ള ഈ പോപ്പുലേഷൻ കാര്യങ്ങൾ അതിനെ എണ്ണി തിട്ടപ്പെടുത്തലൊന്നുമില്ല. അതിന് സാധിക്കാത്തൊരവസ്ഥയാണുള്ളത്. സാധിക്കായകയല്ല, മുമ്പ് പറഞ്ഞതിൽ ആണൊരുത്തം വന്നാൽ സാധിക്കും. നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോരുത്തർക്കും കണക്കുണ്ട്. അവിടെ ഒരാൾ മരിച്ചാൽ അജ്ഞാത മൃതദേഹം അങ്ങനെ വരില്ല. അവർക്ക് കണക്കുണ്ട്, അവർക്ക് പത്താക്കയുണ്ട്, ഐഡൻറ്റിറ്റി കാർഡുണ്ട്, അവർക്ക് ഫോൺ നമ്പറുണ്ട്, കാര്യക്രമാദികൾ മുഴുവനുണ്ട്. ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ വന്ന ആളുകൾ പിച്ചക്കാരായിട്ട് നടന്ന ആരെങ്കിലും അറിയാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ ഈയൊരു രീതി മലപ്പുറത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ആരും വന്ന് പിടിച്ചാൽ പറയും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അവർ വഹാബിയാണ്, സ്വഹാബിയാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഇതാണ്, ഞങ്ങളുടെ ഒറിജിനൽ മുസ്ലിം അല്ല. അതങ്ങനെ പറഞ്ഞിട്ടുള്ള ചില സൂത്രപ്പണികളുണ്ട്. അതൊന്നും ഇനി നടമാടില്ല. ഏതായാലും മലപ്പുറത്ത് വന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്ന ഒരു ബംഗ്ലാദേശി പെണ്ണിൻ്റെ സ്ഥിതിയാണ് പറയുന്നത്. ബംഗ്ലാദേശിന് ചാടി പുറപ്പെട്ട് കൊൽക്കത്തയിലെത്തി. അവിടെ വന്ന് പെണ്ണുങ്ങളല്ലേ ആധാർ കാർഡ് സ്വന്തമാക്കി, പാൻ കാർഡ് സ്വന്തമാക്കി 2 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിലാണ്. കേരളമാണ് ഏറ്റവും നല്ല സ്ഥലം, അറിയാമല്ലോ. കേരളമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യക്കെതിരെയുള്ള എല്ലാ വിധത്തിലുള്ള രാജ്യദ്രോഹ നടപടികൾക്കും പറ്റിയ കേന്ദ്രം ഇപ്പം മലപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ്. മലപ്പുറത്തൊരു ഹോട്ടലിൽ ജോലിയും കിട്ടി. ഏതായാലും അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് ഇവളെ പിടിച്ചിട്ടുള്ളത്. 30 വയസ്സായിട്ടുള്ളൂ. പൈസയ്ക്ക് വേണ്ടത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാണാനും കൊള്ളാവുന്ന പെണ്ണാണ്. ഇപ്പോൾ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് യാത്രാരേഖകളോ വിസകളോ ഒന്നുമില്ല. എന്നിട്ടാണ് സംസ്ഥാനത്ത് താമസിച്ച് വരുന്നത്. പാസ്പോർട്ട് അതും ഉണ്ടാവുമല്ലോ. പാസ്പോർട്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴല്ലേ എന്ത് പോകാൻ. ഇവിടെ ഉറക്കിയല്ലേ, കാര്യങ്ങൾ ഉറക്കിയല്ലേ. ബംഗ്ലാദേശ് സ്വദേശിനി ഹോസ്ദുർഗ് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത് സൽമ കാത്തുകൽ എന്നാണ്. സൽമ കാത്തുകൽ, 31 വയസ്സ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് യാതൊരുവിധ രേഖകളുമില്ലാതെ രാജ്യത്തെ വഞ്ചിച്ച്, രാജ്യത്തെ ചതിച്ച്, രാജ്യദ്രോഹ രീതിയിൽ അനധികൃതമായിട്ട് ഒരുപാട് വിദേശികൾ താമസിക്കുന്നുണ്ട് സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും മലബാർ ഏരിയയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വല വിരിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്ന തരം വല വിരിച്ചിരിക്കുകയാണ്. ഒരു വല വിരിച്ചാൽ ഒരു മീനല്ലല്ലോ അതിനകത്ത് പെടുക. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്ദുർഗ് ASI CP ജിജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഈ രഹസ്യവിവരം എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഡൽഹിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനൊരിക്കൽ മണ്ണാർക്കാടുള്ള സമയത്ത് അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മോഹനൻ. അദ്ദേഹത്തിൻ്റെ കടയിലിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് ഫോൺ ചെയ്തു. ഈ സ്ത്രീക്ക് ഫോൺ ചെയ്യാൻ അറിയില്ല. അത് അവിടെ കുത്തി ഇവിടെ കുത്തിയിട്ട് പറഞ്ഞു, മോഹനെ വിളിക്കുന്ന മോന എനിക്ക് കിട്ടുന്നില്ലല്ലോ മോന എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ തരുമെന്ന് പറഞ്ഞു. ആ നമ്പർ തന്നപ്പോൾ ഇവർ നമ്പർ അടിച്ചത് ഏതോ ഒരു നമ്പർ അടിച്ചത്. ആ നമ്പർ ഏതായാലും വേറെ നമ്പർ അടിച്ചു. അവരുടെ മകനോട് എവിടെയോ ഗൾഫിലോ മറ്റുള്ള മകനോട് സംസാരിച്ചു. ആ തള്ളശ്ശേരി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഒരു 6.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മണ്ണാർക്കാട് പോലീസ്, അത് കഴിഞ്ഞ് ജില്ലാ പോലീസ്, അത് കഴിഞ്ഞ് രഹസ്യ പോലീസ്, ക്രൈം ബ്രാഞ്ച് എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ആരാണ് ഇവിടുന്ന് ഫോൺ ചെയ്തത്? മോഹനം പെട്ടു. പക്ഷേ മോഹൻ അറിവാളിയാണ്, ഭാഷാപരമായിട്ടുള്ള സ്വാധീനമുണ്ട്, വിദേശ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ നാട്ടിലും ഒരു പ്രമാണിയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതൊന്നും നമുക്കറിയില്ല. ഒരു സ്ത്രീ വന്നിട്ടാണ് ഫോൺ ചെയ്ത് എവിടേക്ക് അറിയാം? അഫ്ഗാനിസ്ഥാനിലേക്ക്. ആ നമ്പറിലാണ് കൊണ്ട് കുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അവസാനം ആ സ്ത്രീയെ പോയി കണ്ടു വിളിച്ചു, എൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. അവിടുത്തെ പ്രമുഖന്മാരായിട്ടുള്ള സാക്ഷികളെയും നിർത്തി അവസാനം അത് അവസാനിപ്പിച്ചു. കാരണം പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പോകുന്ന കോളുകൾ അത് ഇന്ത്യക്ക് അനുരൂപമല്ലാത്ത, ഇന്ത്യയുടെ നിയമവരികൾക്ക് അനുരൂപമല്ലാത്ത ഇന്ത്യയുടെ ശത്രുക്കൾ ആ രാജ്യത്തേക്കാണ് ഈ ഫോൺ കോൾ പോയതെങ്കിൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഫോൺ കോൾ ചെയ്യാം, നിങ്ങൾക്ക് ആരെങ്കിലും പാകിസ്ഥാനിൽ ഫോൺ കോൾ ചെയ്യാം. പക്ഷേ പാകിസ്ഥാനിൽ ഫോൺ കോള് ആദ്യം ഡൽഹിയിലാണ് എത്തുക.
അതുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ആൾക്കാരെത്തിയത്. അവസാനം സ്ത്രീ കരച്ചിലും പിടിച്ചൊക്കെ ആയിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മളൊന്നും എന്തിനു പറഞ്ഞത് വിട്ടു കളഞ്ഞു. പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വലകൾ അത് നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എല്ലാം അഴകുഴമ്പനായിരുന്നു. അഴിച്ചിട്ട കാളകളെ പോലെ നിയമവും അതുപോലെയായി മാറി. ഇപ്പോൾ അതിന് മാറ്റം വന്നു. എല്ലായിടത്തും കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ട് എന്നർത്ഥം. ഏതായാലും മലപ്പുറത്തുള്ള വീടുകൾ ഇനി സൂക്ഷിച്ചാൽ നല്ലത്. അവിടെ കാലാകാലങ്ങളായിട്ട് ഏതെങ്കിലും തരുണീമണികളോ ആരെങ്കിലും അവിടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് ചാക്കൂട്ട് മൂടി നിൽക്കേണ്ടി എല്ലാത്തിനും പിടിച്ച് ഉടനെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടോ. ബംഗ്ലാദേശിൽ കൊണ്ട് വിടാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ഏതായാലും പറഞ്ഞു വിട്ടോ. അതാ നല്ലത്. ബിലാസ്പൂർ ട്രെയിനിലോ എല്ലായിടത്താണ് പറഞ്ഞു വിട്ടോ. അതല്ലെങ്കിൽ എല്ലാം കൂടി അകത്തേക്ക് പോകും. അതാണ് സ്ഥിതി. ഏതായാലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ സൽമയെ വനിതാ പോലീസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ചോദ്യം ചെയ്ത് വരികയാണ്. പരിശോധനയിൽ ഇവരുടെ കയ്യിൽ യാതൊരു രേഖയുമില്ല, നിയമപരമായിട്ടുള്ള യാതൊരു രേഖയില്ല. പാസ്പോർട്ട് വേണമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്പോർട്ടാണ് വേണ്ടത്, വിസയാണ് വേണ്ടത്. ഈ പാസ്പോർട്ടിൽ വിസയില്ല ചാടി പുറപ്പെടുക. ബംഗ്ലാദേശിൽ ആകെ നിരപ്പാക്കുമെന്ന് പറഞ്ഞ സമയത്ത് അത് മുസ്ലിങ്ങൾക്കെതിരാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല, ഇന്ത്യയിൽ ആർക്കും താമസിക്കാം, എനിക്കും താമസിക്കാം, നിങ്ങൾക്കും താമസിക്കാം, ഇന്ത്യക്കാരാവണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇവിടുത്തെ താമസിക്കാൻ പറ്റുമോ? താമസിക്കാൻ പറ്റും. ഇവിടുന്ന് വിസയ്ക്ക് എടുത്ത് അവിടെ പോവുക, വിസ കഴിഞ്ഞാൽ അവിടെ താമസിക്കുക, കുറച്ചധികം കാലം താമസിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം താമസിച്ചോ അതിൻ്റെ 10 ഇരട്ടി കാലം അവരുടെ ചിലവിൽ താമസിക്കേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതുകൂടി അവസാനിക്കുകയും ചെയ്യും, പുറത്ത് വരലും ഉണ്ടാവില്ല. ഇന്നലെ വന്നൊരു വാർത്തയുണ്ട്. ഇറാനിലെ ഷിയ മുസ്ലിങ്ങൾ അവിടെ യുദ്ധം നടക്കുകയാണ്, അയ്യോ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇന്ത്യയിലുള്ള 2 സഹോദരന്മാർ അവിടേക്ക് ഗൂഗിളിൽ പൈസ അയച്ചു. ഇന്നിപ്പോൾ ഒരു കാര്യം എന്താ അറിയാമോ? 4 ചുമരുകളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രഹസ്യങ്ങളില്ല എന്നുള്ളതാണ്. രഹസ്യങ്ങൾ ഉണ്ടാക്കണേ ഇനിയിപ്പോൾ എന്താ മാർഗം എന്നറിയാമോ? വല്ല ഗുഹയിലും പോയി പഴയ നിയാൻഡർത്താൽ മനുഷ്യന്മാരുടെ പോലെ ജീവിക്കണം. ഒരു മൊബൈലും കയ്യിൽ പിടിക്കുന്ന കാര്യം ഉറപ്പാണ്. സൗദി അറേബ്യയിൽ ഇന്ത്യക്കാരാണ് ആ 2 സഹോദരന്മാർ പൈസ അയച്ചു കൊടുത്തു. മതമാണ്. സൗദി പറഞ്ഞു രാജ്യമാണ് കേട്ടാ, എല്ലാം അകത്താ. ഇപ്പോൾ അതിൻ്റെ തന്തിയും തള്ളി ഇവിടെ ഓടിപ്പഴഞ്ഞ് കിടക്കുകയാണ്. മറ്റേ ഇന്ത്യ ഗവൺമെൻറ്റിനോട് അയ്യോ രക്ഷിക്കണേ പറഞ്ഞിട്ട് ഈ പിള്ളേരെ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. ഈ പിള്ളേരെ എവിടെയാണെന്ന് പോലും അറിയില്ല. രക്ഷിക്കണമെന്ന് പിടിച്ച് അവർ രാജ്യദ്രോഹക്കുറ്റാണ്. ഒരു രാജ്യത്തിലിരുന്ന്, അതും വേറെ ഇന്ത്യക്കാരായിട്ടൊരു കൂട്ടം ആൾക്കാർ സൗദി അറേബ്യയിൽ പോയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യക്കെതിരെ ഇറാനിലേക്ക് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രാജ്യദ്രോഹമല്ലേ? ഇവിടുത്തെ പോലെ ആ കോടതി ഈ കോടതി അതിൻ്റെ അപ്പുറത്തെ കോടതി അത് കഴിഞ്ഞ് ആ ബെഞ്ച് അതിന് ഈ ബെഞ്ച് അത് കഴിഞ്ഞ് ഈ ബെഞ്ച് അതിന് വെറുതെ വിട്ടു. ഇതൊന്നുമല്ല അവിടുത്തെ സ്ഥിതി. അങ്ങനെ ഞാൻ പറയാതെ തന്നെ, ഞാൻ സൗദിയിൽ പോയിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ ആ 2 അവിടെ ജീവനോട് കൂടിയുണ്ടോയെന്ന് നമുക്കറിയില്ല വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെയുള്ള ആൾക്കാരും മനസ്സിലാക്കണം. എല്ലാവരും എന്നോട് ചോദിച്ചു എന്താണ് ഇവന്മാർ സ്വാമിക്കെതിരെ ചെയ്തത്? ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ അയാളുടെ പോസ്റ്റ് അയാളെ കാണിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി കള്ളനാണ്, നരേന്ദ്രമോദി അങ്ങനെയാണ്, നരേന്ദ്രമോദി ഇങ്ങനെയാണ്, വളരെ ആഭാസകരമായ രീതിയിൽ പറഞ്ഞിരിക്കുക. അയാളെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സ്വാമി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാണക്കാടന്മാർ സ്വാമിയോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ തിരിച്ചു ചോദിച്ചു, ഈ മോദി നിങ്ങളോട് എന്താ തെറ്റ് ചെയ്തത്? അല്ല മോദി രാജ്യദ്രോഹം ചെയ്തു, അതന്നെ ഇവരും ചെയ്തത്. ഈ ഇവിടെയുള്ള നായന്മാരെയും ഇവിടെയുള്ള ഈഴവന്മാരെയും അപഹസിക്കുക, ഇതിൻ്റെ നേതാക്കന്മാരെ അപഹസിക്കുക, അത് തീകുളത്തിൽ തുല്യല്ലേ? പിന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയാനുള്ള ഈ യോഗ്യത ഈ പാണക്കാടന്മാർക്കുണ്ടോ? ഒരു തൊപ്പി വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെന്നാണ് ഇവരുടെ ധാരണ. അവരിങ്ങോട്ട് കടത്തില്ലെന്ന്, അതൊക്കെയും കണക്കിലെഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അതൊക്കെയാണ് രാജ്യദ്രോഹം. അത് വേറെ കാര്യം. അത് പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട്
മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പല വീടുകളിലാണ് ഈ സ്ത്രീ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയോ അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടതറിയാം. നീ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് കൈമാറി പോയി എന്നർത്ഥം. അതാണ് കാണുന്നത്. മലപ്പുറത്ത് വെച്ച് പരിചയപ്പെട്ട കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് തനിക്ക് പണി തന്നത് എന്ന്. എന്ത് പണിയാന്നാ? ഇത് വിശ്വസിച്ചിട്ടാണ് താൻ കാഞ്ഞങ്ങാട്ടേക്ക് എത്തിയതെന്നാണ് യുവതിയുടെ മൊഴി കൊടുത്തിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്ന് ചാടി പുറപ്പെട്ടി കൊൽക്കത്തയിൽ, അവിടെ നിന്ന് പിന്നെ ചാടി പുറപ്പെട്ട് അവിടെ വെച്ചിട്ട് ഈ ഇങ്ങനത്തുള്ള പെണ്ണുങ്ങളാവുമ്പോൾ ചാക്കിട്ട് മൂടി അവിടെ വന്ന് അതിലും വന്ന് ആൾക്കാരോട് അവിടെ ഹിന്ദി സംസാരിക്കുമല്ലോ. ബംഗ്ലാദേശിൽ ഇവിടെയും ഹിന്ദി സംസാരിക്കും. ബംഗ്ലാദേശിലും ബംഗാളിലുമുള്ള ഭാഷകൾക്ക് സാരൂപ്യമുണ്ട്. അത് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ആധാർ കാർഡ് എടുത്തു, പാൻ കാർഡും സ്വന്തമാക്കി. അതിനുശേഷമാണ് കേരളത്തിലേക്ക് കുതിച്ചത്. ആരോ കേരളത്തിലേക്ക് ഇവിടെ വാടി ഇത് മണി കേരളത്തിലേക്ക് കൊണ്ടുവന്നുണ്ടാവും. അല്ലാണ്ട് വെറുതെ അവർക്ക് കേരളത്തെക്കുറിച്ച് വല്ലതും അറിയോ? കേരളത്തിലെത്തി. മുമ്പും പലവട്ടം കാഞ്ഞങ്ങാട്ട് എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചു കഴിഞ്ഞില്ലേ. ബംഗ്ലാദേശിൽ അവർക്ക് 2 കുട്ടികളുണ്ട്. ഇവിടെ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് അറിയില്ല. ഏതായാലും വിദേശ നിയമങ്ങൾ, വിദേശ സംബന്ധമായിട്ടുള്ള നിയമങ്ങളനുസരിച്ച് വകുപ്പുകളെയും ചുമത്തിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരെ 14 ദിവസം റിമാൻഡിൽ ഇട്ടിട്ടുണ്ട്. ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം കോടതിയിലാണ് അവരാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ട് അവസാനിക്കില്ല. ആരാണ് ഈ യുവതിക്ക് ഇത്രകാലം താമസിക്കാൻ ഇവിടെ കാര്യങ്ങൾ ഒരുക്കി കൊടുത്തത്? ഇവർക്ക് ജോലി വാഗ്ദാനം നൽകി, പണി വാഗ്ദാനം നൽകി കാഞ്ഞങ്ങാട്ടിക്ക് വിളിച്ചു വരുത്തിയ അവൻ യാര്, അന്തയാൾ യാർ? അതൊക്കെ ഇപ്പോൾ ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് കീഴിലായിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ഇവർ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, ഇടപെടുക തന്നെ ചെയ്തു. കേന്ദ്ര ഏജൻസികളാണ് അറിയിച്ചിട്ടുള്ളത്. ആ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കാനും പോകുന്നത് എന്ന് സാരം. ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു സമൂഹത്തിന് എതിരാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറഞ്ഞാൽ മതി, മുസ്ലിങ്ങളെ പറയേണ്ടതാണ്. 10 പേര് കൂടി നടന്നു പോണ സമയത്ത് എടാ മുടന്തുകാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാ തിരിഞ്ഞു നോക്കുക? മുടന്തുകാലൻ. നിങ്ങളെന്തിനാ ഞങ്ങളെ മുഴുവൻ വിളിക്കണേ? ആരെയും മുഴുവൻ വിളിച്ചില്ലല്ലോ. ജനദ്രോഹം ചെയ്യുന്ന രാജ്യത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫത്വ ഇറക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വരാൻ പാടില്ല, പ്രിയങ്ക ഗാന്ധി ഇവിടെ വരാൻ പാടില്ല. ഏത് തെമ്മാടികളെ ഈ ഫത്വ ഇറക്കിയത്? രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയാൻ ഈ ഫത്വ ഇറക്കിയ പണക്കാരന്മാർക്ക് അവകാശമുണ്ടോ? ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഭരിക്കും കേരളം, ഞങ്ങൾ പറയും നിയമങ്ങൾ. ഇതൊക്കെയാണ് രാജ്യദ്രോഹങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും കേൾക്കുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് അവർ വന്നിട്ട് എൻ്റെ ചെവിയമ്മ നുള്ളി എൻ്റെ മൂക്കത്ത് കുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രാജ്യദ്രോഹമാണത്. നാളെ നരേന്ദ്രമോദി രാജ്യദ്രോഹി കഴിഞ്ഞാൽ ഇതേ വർത്താനം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഞാനാണെങ്കിലോ അകത്തുകൊണ്ടിടുകയും ചെയ്യും, നല്ല ഇടിയും കിട്ടും. മലയാളികൾ, ഇവിടെയുള്ള മുസ്ലിങ്ങൾ മതമാണ് കൊതമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിങ്ങൾ. അതാണ് ഷിയ മുസ്ലിങ്ങൾക്ക് ഇറാനിലേക്ക് പൈസ കൊടുത്തയച്ചിട്ട് 2 എണ്ണത്തിനെ കാണാണ്ടായിട്ടുണ്ട്. അയാളെ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. രാജ്യമാണിടോ വലുത്. രാജ്യമില്ലെങ്കിൽ ഒരു മതവുമില്ല, കൊതവുമില്ല, രാജ്യമാണ് വലുത്. വലിയൊരു വറുതി വന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഇപ്പം കയ്യിൽ നിറച്ച് പൈസ തിന്ന് എല്ലിൻ്റെ ഇടയിൽ വറ്റ് കയറിയപ്പോൾ എന്തായി? മതമാണ് കൊതമാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇതില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കൊക്കെ അറിയാം എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ. അന്ന് പള്ളി ഉണ്ടായിരുന്നില്ല, മറ്റേ വഖഫ് ഉണ്ടായിരുന്നില്ല, മറ്റേ വാങ്കുവിളി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പാവങ്ങളായിട്ട് ജീവിച്ച ആളുകൾ. ഏതായാലും ഇവന്മാർ കുഴി തോണ്ടുന്നത്, മുസ്ലിങ്ങൾക്ക് കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. അവരുടെ കാല് വെട്ടി ചോര കുടിക്കുകയാണ് അവർ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. ഈ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ലക്ഷക്കണക്കിന്
ബംഗ്ലാദേശിയിലുണ്ട് അത്രേ. ലോക്കൽ സപ്പോർട്ടും അവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഏതായാലും റോഹിംഗ്യൻസ്, ബർമയിലുണ്ടായ റോഹിംഗ്യൻസ് മുസ്ലിങ്ങൾ അവരിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇനിയാണ് കളി, ആണൊരുത്തൻ്റെ കളി, ഇനിയാണ് കളി. ബംഗ്ലാദേശിലെ ഓരോ വീട്ടുകാരും ഈ ശബ്ദം കേട്ടാൽ ഉറപ്പിച്ചോ, അവരെത്തി എന്നുറപ്പിച്ചോ. ഏറ്റവും വേഗത്തിൽ അവിടെയുള്ള എല്ലാത്തിനെയും ഇങ്ങനെയുള്ള റോഹിംഗ്യൻസോ ബംഗ്ലാദേശികളോ മറ്റു ജനദ്രോഹികളോ ഉണ്ടെങ്കിൽ, രാജ്യദ്രോഹികളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചുരുടെടുത്ത് അടിച്ചു വാരി എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് വിട്ടോ. നമസ്കാരം.